പരിസ്ഥിതി ദിനത്തിൽ വയനാടിനെ പച്ച പുതപ്പിക്കാനൊരുങ്ങി വനം വകുപ്പ്. സന്നദ്ധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്യാനായി 2.5 ലക്ഷം തൈകളാണ് വനം വകുപ്പിന്റെ വയനാട്ടിലെ 3 നഴ്സറികളിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച വിപുലമായ പരിപാടികളാണ് വയനാട്ടിൽ വനം വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടത്തുന്നത്. 2.5 ലക്ഷം വൃക്ഷത്തൈകളാണ് 3 നഴ്സറികളിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത്. ഇതിനു പുറമെ വലിയ കൂടകളിലുള്ള 25,000 വൃക്ഷത്തൈകളും തയ്യാറായി വരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഫലവൃക്ഷങ്ങളുടെ തൈകളാണ് ഇത്തവണ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം താന്നി, മഹാഗണി, നീർമരുത് തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൈകളുമുണ്ട്. ഹരിത കേരള മിഷനുമായി സഹകരിച്ച പൂർണ്ണമായും സൗജന്യമായാണ് ഇത്തവണ സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നത്. നമുക്ക് 2,50,000 തൈകളാണ് നമുക്ക് റെഡിയായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ 25,000 വലിയ ബാസ്ക്കറ്റിലുള്ള ബിഗ് ബാസ്ക്കറ്റഡ് സീഡ്ലിംഗ് എന്ന് നമ്മൾ പറയുന്ന തൈകളും റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ തരത്തിൽപ്പെട്ട ഈ വർഷം ഫ്രൂട്ട് ബെയറിങ്ങിന് നമ്മൾ കൂടുതൽ ഹരിത കേരള മിഷനിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് കൂടുതലായിട്ട് വെച്ചുകൊണ്ടുള്ളൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മുടെ നഴ്സറികൾ എന്ന് പറയുന്നത് 3 നഴ്സറികളാണ് നമുക്കുള്ളത്. ബത്തേരിയിൽ കുന്താണി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, മാനന്തവാടിയിൽ ബേഗൂരിലുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ കൽപ്പറ്റയിൽ ചുഴലി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഈ തരത്തിലുള്ള എല്ലാ സ്പീഷീസും, ഉറുമാമ്പഴം, സീതാപ്പഴം, കറിവേപ്പില, അതേപോലുള്ള ഒരു കുറച്ചുകൂടി ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം വരുന്ന സ്പീഷീസിന്റെ കൂടെ തന്നെ ടിമ്പർ സ്പീഷീസ് ആയിട്ടുള്ള മഹാഗണി ഉണ്ട്, താന്നി, ആ രീതിയിലുള്ള മറ്റ് സ്പീഷീസുകളും ഒരു 20ഓളം സ്പീഷീസുകളിലുള്ള തൈകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിതരണം ചെയ്യുന്ന തൈകൾ പരിപാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനും വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മിറ്റികൾക്ക് രൂപം നൽകി. 1000 തൈകളിൽ 100 പിടിച്ചു വന്നാൽ അത് നമ്മുടെ പ്രകൃതിക്ക് ഒരു മുതൽക്കൂട്ട് എന്നുള്ള രീതിയിലാണ് വനംവകുപ്പ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഈ മിസ്യൂസിനെ പറ്റി വ്യാപകമായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ഈ വർഷം നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകമായിട്ടൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നും പ്രത്യേകമായിട്ടൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതിലൊക്കെ ചില എഫക്റ്റീവായിട്ടുള്ള കമ്മിറ്റികൾ മോണിറ്ററിംഗിന് വേണ്ടിയിട്ട് ഈ വർഷം മുതൽ നിയോഗിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റികളുടെ എഫക്റ്റീവ്നെസ് പരിശോധിക്കാൻ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട് ഉന്നത തലങ്ങളിൽ. വൃക്ഷത്തൈ വിതരണത്തോടൊപ്പം ഹരിത കേരള മിഷനുമായി സഹകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നേതൃത്വം നൽകും. മാതൃഭൂമി ന്യൂസ്, വയനാട്.